യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ യേശു പറയുന്ന ഒരു വേദഭാഗമാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. അവിടെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് വചനം കേൾക്കുന്നതോട് പറയുകയാണ്, എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത ഒരു രാത്രി വരുന്നു. ദൈവം നമ്മെ ഏൽപ്പിക്കുന്ന ദൗത്യം പകലുള്ളിടത്തോളം നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ, ദൈവം നമ്മെ അയച്ചതിൻ്റെ ദൗത്യങ്ങൾ നാം നിറവേറ്റുക എന്നുള്ളതാണ്. എന്താണ് ഈ പകലെന്ന് പറയുന്നത്? ഒരുപക്ഷെ നമുക്കറിയാം, പകലെന്ന് പറയുന്നത് സൂര്യനുള്ള സമയമാണ്, പ്രവർത്തിക്കാൻ കഴിയുന്ന സമയം, രാത്രിയിൽ ഉറങ്ങാനുള്ള സമയമാണ്. വചനവും അങ്ങനെ തന്നെ എടുത്തു പറയുന്നുണ്ട്. എന്നാൽ ഈ പകലുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലെ പകലെന്ന് പറയുന്നത് ദൈവം നമുക്ക് തന്ന ആരോഗ്യമാണ്, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ബലവും നമുക്ക് തന്ന ബുദ്ധിയും നമ്മുടെ അറിവും എല്ലാം ഈ പകലിൽ പെടുന്നതാണ്. എന്നാൽ എപ്പോഴും നമ്മൾ തിരിച്ചറിയേണ്ടത് പകൽ എല്ലാവർക്കും ഒരുപോലെ അല്ല. ഞാൻ പല സമയങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് തന്നെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. വിദേശ രാജ്യങ്ങളിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ രാത്രി 9 മണിയായെന്ന് പറയുമ്പോഴും ഇരുട്ടിയിട്ടില്ല. അവിടെ അന്നേരവും നല്ല സൂര്യപ്രകാശമുണ്ട്. കേരളത്തിൽ നമുക്കറിയാം, ചില സമയങ്ങളിൽ മഴക്കാലങ്ങളിൽ 2 മണിയാകുമ്പോഴേ ഇരുട്ട് വ്യാപിക്കും, പകലില്ല. പിന്നെ ചിലപ്പോൾ 3 മണിയാകുമ്പം പകലില്ലാതാകും. പലപ്പോഴും അങ്ങനെയാണ്. ചില ആളുകളെ സംബന്ധിച്ച് പകലിൻ്റെ ദൈർഘ്യം കൂടുതലായിരിക്കും, ചിലരെ സംബന്ധിച്ച് പകലിൻ്റെ ദൈർഘ്യം കുറവായിരിക്കും. അതുകൊണ്ടാണ് ഭക്തൻ പറയുന്ന, ആയുസിന്റെ മധ്യത്തിൽ വെച്ച് കർത്താവെ ഞങ്ങളെ വിളിക്കരുത്, ഞങ്ങൾക്ക് ചിലതുകൂടെ ചെയ്യാനുണ്ട്. എത്ര വർഷം ജീവിക്കും നമുക്കറിയത്തില്ല, പകൽ എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയത്തില്ല. പകലെന്ന് പറയുന്ന അനുയോജ്യമായ കാലാവസ്ഥയാ, അനുയോജ്യമായ സാഹചര്യങ്ങളാ. കർത്താവിനെ ആരാധിക്കാനും ദൈവവചനം പ്രസംഗിക്കാനും അനുയോജ്യമായി ലഭിക്കുന്ന സമയങ്ങൾ പകൽ തന്നെയാ. ഈ പകൽ എത്രത്തോളം ഉണ്ടെന്ന് അറിയത്തില്ല, ഈ പകലിന്റെ ദൈർഘ്യം എത്ര എന്നറിയത്തില്ല. കാർമേഘങ്ങൾ വന്ന് സൂര്യനെ മൂടിയാൽ ഈ പകൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയേക്കാം, നിത്യമായ ഉറക്കത്തിലേക്ക് നാം വഴുതി വീണേക്കാം. ഈ പകൽ ഉള്ളിടത്തോളം നാം നമ്മുടെ ദൗത്യങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ ബാധ്യസ്ഥയുള്ളവരാണ്. കർത്താവ് പോലും പറയുന്നത്, എന്നെ അയച്ചവന്റെ വേല പ്രവൃത്തി തികയ്ക്കണം, പകലുള്ളിടത്തോളം എനിക്കിത് ചെയ്യണം. 3-3.5 വർഷമാണ് കർത്താവിന് പകല് ലഭിച്ചത്. ആ പകൽ കർത്താവ് അധ്വാനിച്ചു, രാത്രിയിൽ ദൈവപിതാവിന്റെ സന്നിധിയിൽ സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പം നമുക്കുള്ള പകലിൽ നമുക്ക് ചെയ്യേണ്ടത് ചെയ്യണം. യൗവനക്കാരൊക്കെ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം തിരിച്ചറിയണം, നിങ്ങൾക്ക് കിട്ടുന്ന പകലെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആരോഗ്യമുള്ള ശരീരമാണ്, നിങ്ങൾക്കുള്ള മാതാപിതാക്കളും നല്ല ബന്ധങ്ങളുമാണ്, നിങ്ങൾക്കുള്ള അനുയോജ്യമായ ഇന്നത്തെ സാഹചര്യങ്ങളാണ്. പണ്ടത്തെ കാലങ്ങളിലൊക്കെ നടക്കാൻ ചെരുപ്പോ ഷൂസോ പോലും ഇല്ലാതെ നമ്മുടെ പിതാക്കന്മാർ യാത്ര ചെയ്തത്. മാറി കൊടുക്കാൻ വസ്ത്രങ്ങളില്ല, ആഹാരം കഴിക്കാൻ നല്ലതില്ല. അപ്പം ഇന്നത്തെ പകലെന്ന് പറയുന്നത് എല്ലാം അനുയോജ്യമായ സാഹചര്യമാണ്. ഇത് എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയത്തില്ല. ഇത് ഏറ്റവും നന്നായി നാം വിനിയോഗിക്കണം. അവിടെയാണ് നമ്മുടെ ജീവിതം അനുഗ്രഹിക്കും. പകൽ ഉള്ളിടത്തോളം, ദൈവം നമുക്ക് ആയുസ് തരുന്നിടത്തോളം, ആരോഗ്യം തരുന്നിടത്തോളം ഇത് നന്നായിട്ട് ഉപയോഗിക്കണം. നമ്മുടെ സമയത്തിൻ്റെ സ്റ്റുവാർഡ്സ് ആകാൻ, അല്ലെങ്കിൽ നമ്മുടെ സമയത്തിൻ്റെ കാര്യവിചാരകന്മാരാകാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. അപ്പം നമുക്ക് ലഭിക്കുന്ന സമയത്തെ തക്കത്തിൽ ഉപയോഗിക്കുക. അതുകൊണ്ട് കർത്താവ് പറയുന്നു, സമയം തക്കത്തിൽ ഉപയോഗിക്കുക, നാളും നാഴിക അറിയാൻ ഉണർന്നിരിപ്പീൻ, അല്ലേ? അപ്പം നമുക്ക് ലഭിക്കുന്നത് സമയം തക്കത്തിൽ ഉപയോഗിക്കുക. ദുഷ്കാലമാണ്. അപ്പം നമുക്കുള്ള സമയത്തെക്കുറിച്ച് തിരിച്ചറിഞ്ഞിട്ട് ഏറ്റവും ബെസ്റ്റായിട്ട് നമ്മുടെ സമയം, ഇന്ന് നമുക്കൊരു പകൽ ലഭിച്ചു, എങ്ങനെ ഈ പകൽ നമ്മൾ ഉപയോഗിക്കുന്നത്? ഉറങ്ങിത്തീർക്കാറുണ്ടോ? ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാറുണ്ടോ? അതോ അലസമായി മടിയെടുത്ത് നമ്മുടെ സമയം തീർക്കുകയാണോ ചെയ്യുന്നത്? ചില ആളുകളെ സംബന്ധിച്ച് മൊബൈലും വീഡിയോയും ഇത് മാത്രമായിരിക്കും ഒരു സമയം ചെലവഴിക്കുന്നത്. ചിലരെ സംബന്ധിച്ച് അടുക്കളയും ആഹാരവുമായിട്ട് മാത്രം തീരും. മറ്റു ചിലർ ജോലിയോട് ജോലി, അധ്വാനത്തോട് അധ്വാനം, വിശ്രമിക്കാൻ പോലും സമയമില്ല. അല്ല, ഇതെല്ലാം ജീവിതത്തിന്റെ ഭാഗമാണെങ്കിലും ദൈവം തന്ന സമയത്തെ നന്നായിട്ട് ഉപയോഗിക്കണം. പകൽ ഉള്ളിടത്തോളം വേല തികയ്ക്കണം. നാളത്തെ ദിവസം നമുക്കുള്ളതല്ല. എത്ര വർഷം ജീവിക്കുമെന്ന് അറിയത്തില്ല, ആരോഗ്യം എത്ര വർഷം കാണുമെന്ന് അറിയത്തില്ല. ഡു എവറിഥിങ് ഫോർ ദ കിങ്ഡം ഓഫ് ഗോഡ്. ദൈവരാജ്യത്തിന് വേണ്ടി ചിലത് ചെയ്യണം. ഡു സംതിങ് ഫോർ യുവർ ഫാമിലി. കുടുംബത്തിന് വേണ്ടി ചിലത് ചെയ്യണം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും തലമുറകൾക്കും ബന്ധുക്കൾക്കും ഒക്കെ വേണ്ടി ചെയ്യണം. നിങ്ങളെ ദൈവമാക്കിയിരിക്കുന്ന ഓഫീസിൽ, പ്രവർത്തന മേഖലയിൽ ചിലത് ചെയ്യണം. അലസരും മടിയരുമാകരുത്. പകൽ നമുക്കിനിയും എത്ര ലഭിക്കുമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ധൈര്യത്തോടെ നമുക്ക് മുൻപോട്ട് പോകാം. ഇന്ന് ലഭിക്കുന്ന സമയങ്ങളെ തക്കത്തിൽ ഉപയോഗിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അയച്ചവന്റെ വേല തികയ്ക്കാം. ദൈവം അതിന് നിങ്ങളെ ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലസ് യു.